അഭിശ്രീ ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചേമ്പ് നടുന്നതിൻ്റെ വീഡിയോ ആണേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തടവെടുത്ത് നട്ടതായിരുന്നു ചേമ്പ്. 12 തടവെടുത്ത് നട്ടതാണേ. മിടുക്കന്മാർ കൊണ്ടുപോയി, പന്നി കൊണ്ടുപോയി, ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്നാൽ ചാക്കിൽ നട്ടേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ 8 ചാക്കിൽ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. മണ്ണും ഏറ്റവും അടിയിൽ കരിയില, പിന്നെ മണ്ണ്, ചാണകപ്പൊടി, കരിയില, മണ്ണ്, ചാണകപ്പൊടിയും ആട്ടും കഷ്ടം കൂടെ മിക്സ് ചെയ്തു. പിന്നെ ഏറ്റവും മുകളിൽ കരിയില, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരി മണ്ണ് അതിൻ്റെ പുറത്ത് ഏറ്റവും മുകളിൽ മണ്ണാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ ചാക്കെന്ന് പറഞ്ഞാൽ ഞാൻ ക്ടാവിന് തവിടും പിണ്ണാക്കും ഒക്കെ മേടിച്ച് അതിൻ്റെ ചാക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. പന്നി ശല്യം ഉള്ളത് കൊണ്ട് ഇനി തടവെടുത്ത് നട്ടാൽ ഈ വർഷം പിന്നെ കിട്ടത്തില്ല എന്ന് തോന്നി. അതുകൊണ്ട് എന്നാൽ ചാക്കിൽ നമുക്ക് ഈ പ്രാവശ്യം ചേമ്പ് കൃഷി ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പ്രാവശ്യം കൃഷി ചെയ്യുന്നു തീരുമാനിച്ചു. ഇച്ചിരി കരിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഇച്ചിരി ആട്ടും കഷ്ടമാണത്. പിന്നെ ഇത് ചേമ്പെന്ന് പറഞ്ഞാൽ, ചേമ്പ് തടമെന്ന് പറഞ്ഞാൽ 3-4 ദിവസമായി ചാണകവും ചാരവും കൂടെ മുക്കി വെയിലത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നട്ടേക്കാമെന്നും വിചാരിച്ചു. അപ്പം അതിൻ്റെ വീഡിയോയും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ചാണകപ്പൊടിയൊക്കെ നേരത്തെ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചാണകമാണ്, ഉണങ്ങിയ ചാണകം. ഇത് ഓമയുടെ ഇലയാണ്. ഇത് കിടന്നോട്ടെ, കുഴപ്പമില്ല, ഇത് വളമാണ്. അപ്പോൾ നമ്മുടെ ഈ മണ്ണ് ഞാൻ പറഞ്ഞല്ലോ വെട്ടുകല്ലാണ്, വെട്ടുകല്ലിൻ്റെ മണ്ണാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീടിൻ്റെ പുറകു വശത്ത് ഇച്ചിരി മണ്ണെടുത്ത് മാറ്റിയായിരുന്നു. ആ മണ്ണ് ഈ ഭാഗത്തോട്ട് ഇട്ടേക്കുമായിരുന്നു വാഴ നടാനായിട്ട്. അപ്പോൾ അവിടെ വാഴ നട്ടു. അവിടെ നിന്ന് ഇച്ചിരി മണ്ണ് ഞാൻ എടുത്തതാണ്. ഇപ്പം ആട്ടും കഷ്ടം, ചാണകപ്പൊടി, ഇച്ചിരി ചാരം, കരിയില, ഓമയുടെ ഇല എല്ലാം ഇതിനകത്തിലുണ്ട്. അപ്പം ഇച്ചിരി നടുക്കായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് മാറ്റാം. ഓമയുടെ ഇലയാണിത്. അപ്പം ഇങ്ങനെ മാറ്റി വെച്ച് ഏറ്റവും അടിയിൽ ഞാൻ കരിയിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ വേണേൽ ആട്ടും കഷ്ടം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഞാൻ നേരത്തെ മഴയ്ക്ക് മുന്നേ ഞാൻ വാരി ഒരു ചാക്കിനകത്താക്കി വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതുപോലെ പൊടിയുന്നുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പം കരിയില വാരിയെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് കുറേ ചാക്കുകളിൽ ഞാൻ കരിയില വാരി വെച്ചേക്കുമായിരുന്നു. ആ കരിയിലയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് ഞങ്ങൾ കടം വാങ്ങിയ മണ്ണാണേ. നമ്മുടെ ഈ മണ്ണ് വെട്ടുകല്ലിൻ്റെ മണ്ണല്ലേ, കറുത്ത. ഇത് കറുത്ത മണ്ണല്ലേ, മറ്റേത് ഒരുമാതിരി ചുമപ്പ് മണ്ണല്ലേ. ഇത് ഞങ്ങൾ കടം വാങ്ങിയതാണ് ഒരു സ്ഥലത്തു നിന്ന്. ചാക്കിനകത്ത് കൊണ്ടുവന്നതാണ്. പെട്ടിയോട്ടോ വിളിച്ച് പെട്ടിയോട്ടോയിൽ ചാക്കിൽ വാരി പെട്ടിയോട്ടോയിൽ കൊണ്ടുവന്ന മണ്ണാണ് ഇത്. ഇങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഈ കരിയില ഇച്ചിരി പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി എല്ലാ ചാക്കിലും ഇതുപോലെ തന്നെ ചേന വെച്ചിട്ട് കരിയില ഇട്ട് കൊടുക്കാം, മണ്ണും ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ 8 ചാക്കിൽ ഞാൻ 9 തടയുണ്ട്. 8 ചാക്ക് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഒരു ചാക്കിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 8 ചാക്കിൽ ഞാൻ നടട്ടെ. ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ ചാക്കിൽ മണ്ണും കരിയിലയും വളവും എല്ലാം ഇട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം അതിൽ ഞാൻ ചേമ്പ് തട നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.